ഷെർക്കിൽ കണ്ടാൽ കുല്ല ഉറബിയനും നിർബന്ധമാണ് എന്നൊരു പരാമർശം അയിമത്തുകളിൽ പലരും പറഞ്ഞിട്ടുണ്ട്. ഷാഫി ഫിഖിയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായക്കാർ പറയുന്നത് അവിടെ പിന്നെ ഏത് വ്യത്യാസം നോക്കണ്ട, ഇത്തിഹാദുൽ മത്താലി ഇഖ്തിലാഫുൽ മത്താലി എന്നുള്ളത് പരിഗണിക്കേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ ഷെർക്കിൽ കണ്ടാൽ അവിടെ നിന്ന് ഉറബിലേക്കുള്ള ഏത് നാടും മുത്തഹിദുൽ മത്തലോ ആണെങ്കിലും അല്ലെങ്കിലും എല്ലായിടത്തും അപ്പം ഒരുപാടാണ്ട് നീളം പോകും, ബാധകമാണ് എന്നൊരു അഭിപ്രായം ഷാഫി ഫിഖിൽ ഉണ്ട്. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ അത് മുഅ്തമദായി അംഗീകരിച്ചിട്ടില്ല. ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് തുഹ്ഫയിൽ അത് മുഅ്തമദായി അംഗീകരിച്ചിട്ടില്ല. കാരണം ഷെർക്കിൽ കണ്ടതുകൊണ്ട് ഉറുബിൽ റുയ്യത്ത് എന്നുള്ളതിൽ ആദ്യമാവണമെന്നില്ല, സംഗതി ആയിക്കൂടിയാണ് പോയിട്ടുണ്ടാവുന്നതിൽ ആദ്യമാവുള്ളൂ. നമ്മളെ മർമ്മം റുയ്യത്താണല്ലോ എന്ന നിലക്ക് ആ അഭിപ്രായം മദ്ഹബുൽ മുഅ്തമദ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്യുകയാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. അതേസമയം ഞാൻ തഫ്സീലിപ്പൻ്റെ എല്ലാ ഇബാറയും ഓർമ്മയിൽ വെച്ചിട്ടല്ല പറയുന്നത് കേട്ടോ. എൻ്റെ ഓർമ്മയിൽ നിഹായ ഉൾപ്പെടെയുള്ള ചില ഗ്രന്ഥങ്ങൾ അതിനോട് അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഫതുഹുൽ മുഈൻ്റെ നിലപാടും ആ വിഷയത്തിലൊരു നിഹായക്ക് അനുകൂലമാണ് എന്ന വ്യാഖ്യാനത്തിന് വലിയ സാധ്യത ഞാൻ കാണുന്നു. ഏതായാലും മദ്ഹബിൽ ഖിലാഫുള്ള സംഗതിയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തുഹഫ അനുസരിച്ചാണ് ഫത്വ നടക്കാറുള്ളത് എന്നും അതിനെതിരിലാണ് ഇപ്രാവശ്യം നടന്നത് എന്നും പറയുന്നു. അതിനെങ്ങനെ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഒരു നിശ്ചിത വാക്യാത്ത് ഒരു നടന്നു കഴിഞ്ഞ ഒരു നിശ്ചിത വാക്യാത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനെക്കുറിച്ച് ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് അത്ര ശരി പന്തിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആ ചോദ്യം പൂർത്തിയാക്കാതെ വാക്യത്തിലേക്ക് ഞാൻ കടക്കാതെ പോയത്. അതേസമയം ഞാൻ മസാല പറയുമ്പോൾ കൃത്യമായി പറയേണ്ടതുണ്ട്, തുഹഫ ആ നിലപാട് അംഗീകരിച്ചിട്ടില്ല. അതേസമയം ഞാൻ കൂട്ടിച്ചേർത്തു, നിഹായ അതിനനുകൂലമായ നിലപാടാണ്. ഇവരൊക്കെ നിങ്ങൾക്ക് നോക്കാം, അല്ലെങ്കിൽ പലരും നോക്കിയവരുണ്ടാവാം. ഫതുഹുൽ മുഈൻ നിഹായക്ക് മുവാഫിഖാണെന്ന വ്യാഖ്യാനത്തിന് നല്ല ചാൻസ് ഉണ്ട്. ഞാനൊക്കെ ഓരോ പദവും സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നടന്നാൽ ഏതായാലും അതിന് ഫിഖ്ഹിൽ ഒരു ഒജുഹുണ്ട് എന്ന് കൃത്യമായി ഇപ്പോൾ ബോധ്യപ്പെട്ടു. അതേസമയം കേരളത്തിലൊക്കെ നടക്കുന്നത് തുഹഫക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒന്ന്, കേരളത്തിൽ തുഹഫക്ക് അനുകൂലമായിട്ട് മാത്രമേ ഫത്വയും ഹുക്കുമും നടക്കാവൂ എന്ന് മദ്ഹബിൻ്റെ ഒരു നിയമം ഇല്ല. ഒന്ന്. മറ്റൊന്ന്, കേരളത്തിൽ നടക്കുന്നത് മുഴുവനും തുഹഫക്ക് അനുകൂലമാണ് കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നതും അതൊരു വാലിബ് വെച്ചുകൊണ്ടാണ്, അത് കുല്ലിയല്ല. പറയുമ്പോൾ പലരും പറയാറുണ്ട് കേരളത്തിൽ തുഹഫയാണ് സ്വീകരിക്കല്, തുഹഫ അനുസരിച്ചാണ് പോകല് എന്ന് മിക്കവാറും പറയലുണ്ട്. ആ പറഞ്ഞതിനൊന്നും ഞാൻ ചോദ്യം ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇന്നലെയും ഒരു ചോദ്യത്തിന് മറുപടി എഴുതിയപ്പോൾ അതിൽ മിക്കവാറും എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് സംബന്ധമായൊരു ചോദ്യത്തിന് ഇന്നലെ ഞാൻ മറുപടി എഴുതി കൊടുത്തപ്പോഴും മിക്കവാറും എന്നുള്ള വാലിബൻ എന്നുപയോഗിച്ചിട്ടുണ്ട്. അപ്പം ചിലർ അത്രത്തോളം വാലിബ് എന്നുള്ളതൊന്നും എത്ര അത് ഒറ്റടിക്ക് ഓർമ്മയിൽ വരാതെയോ അല്ലെങ്കിൽ അത് അപ്പം ചില അകലബിയായ കായിക പറയുമ്പോൾ കുല്യാന്ന് തോന്നിപ്പോവുകയാണ്. കേരളത്തിൽ നമ്മൾ 5 നിസ്കാരങ്ങളിലടക്കം പലതും പറയുന്നതും പത്ത് കൊടുക്കുന്നതൊക്കെ റംലി ഇമാമിൻ്റെ നിഹായ അനുസരിച്ച് കൊടുക്കുന്ന മസാലകളുണ്ട്. പക്ഷെ വാലിബല്ല. വാലിബ് നമ്മൾ ഫതുഹുൽ മുഈൻ തന്നെ നിഹായ തുഹഫക്ക് ഖിലാഫുള്ളതും നിഹായയോട് യോജിച്ചതുമായ ഒരുപാട് നിലപാടുണ്ട്. മഖ്ദൂം കേരളക്കാരനല്ലേ, നിങ്ങൾ തന്നെ പറയുന്നത് മഖ്ദൂമി താവൈ അങ്ങനെയാണെന്നാണ്. മഖ്ദൂമി താവൈ പൂർണ്ണമായും തുഹഫക്ക് കുല്ലിയൻ തുഹഫക്ക് അനുസരിച്ചാണെന്നുള്ള വാദം ശരിയല്ല. വാലിബും തുഹഫക്ക് അനുസരിച്ചാണ്. മഖ്ദൂമി താവൈ ഫതുഹുൽ മുഈനിലടക്കം തുഹഫക്ക് ഖിലാഫുള്ളത് നിഹായോടനുസരിച്ചുണ്ട്. നമ്മൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടവരെ നടക്കുന്ന അമലുകളിലും അതിനനുകൂലമായ ഉസ്താദുമാർ പറയുന്നതിലുണ്ട്. അപ്പം അതൊക്കെ ഒരു അഗലബിയായ കഥയാണ്, കുല്ലിയത്തൊന്നുമല്ല. തുഹഫക്ക് ഖിലാഫായി നിഹായോട് മുവാഫിഖായി എന്നൊരു ഹുക്കും അതുകൊണ്ട് തെറ്റാണെന്ന് പറഞ്ഞുകൂടാ. അതേസമയം നമ്മൾ സാധാരണ സ്വീകരിച്ചു വരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. അത്തരം ചില കീഴ്വഴക്കങ്ങളോട് ചിലപ്പോൾ ചില പ്രവർത്തനങ്ങളോ ചില ഹുക്കുമുകളൊക്കെ ചില സാഹചര്യത്തിൽ മാറ്റം വന്നു പോയിട്ടുണ്ടാവാം. അതൊക്കെ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള സംഗതിയാണ് എന്ന് മൊത്തത്തിൽ നമ്മൾ പറയാറും ഉണ്ട്. എല്ലാവർക്കും അഭിപ്രായം ഉണ്ട്. താനും നടന്നുപോയ ഹുക്കുമ് ഫിഖ് അനുസരിച്ച് അതിൽ പന്തികേടൊന്നും ഇല്ല. തുഹഫക്ക് മുഖാലിഫ് ആണെങ്കിൽ പോലും ഷാഫി മദ്ഹബിൽ പരിഗണനാർഹമായ തുഹഫിൻ നിഹായും ഖിലാഫും എന്ന 2 മുഫ്താബിഹിയാണ് എന്ന് തന്നെയാണ് ഷാഫി മദ്ഹബ്. പിന്നെ കേരളത്തിൽ പതിവ് രീതി ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചാൽ ഇന്ന് മുതൽ ആ പതിവ് കൊണ്ട് മാറ്റിയാൽ തെറ്റാന്ന് ആരാ പറയാം? പിന്നെ ആ പതിവ് അങ്ങനെയാണെന്ന് പറയുന്നത് അലബിയാണ്, കുല്ലിയാണ് എന്ന് മാത്രം ആ വിഷയത്തിൽ പറഞ്ഞു. ഇനി ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല.